നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരാതന വിശ്വാസങ്ങളില് കാക്കയ്ക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ചില സാഹചര്യങ്ങളില് കാക്ക വീട്ടിൽ വന്ന് കാണിക്കുന്ന ലക്ഷണങ്ങള് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ലതോ ചീത്തയോ ആയിട്ടുള്ള മാറ്റങ്ങളുടെ സൂചനയാകാമെന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടോത്രം തന്നെയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കാക്ക വന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഒരാളുടെ ജീവിതം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ തകർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കൂടോത്രം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഏറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൂടോത്രം അഥവാ ആഭിചാര ദോഷം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ തകർക്കാനായി, നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കാനായി അസൂയാലുക്കളും ശത്രുക്കളും ചില വസ്തുക്കളിലൂടെയോ ആഭിചാര ക്രിയകളിലൂടെയോ മന്ത്രവിധികളിലൂടെയോ ചെയ്യുന്ന ദോഷങ്ങളാണ് ഈ പറയുന്ന കൂടോത്രം അഥവാ ആഭിചാര ദോഷം എന്ന് പറയുന്നത്. നമ്മളെ മറ്റൊരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത്, നമ്മളെ തളച്ചിടാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികള്, ശത്രുക്കള് അല്ലെങ്കിൽ അസൂയാലുക്കള് ചെയ്യുന്ന ഒരു കുതന്ത്ര ബുദ്ധിയാണ് ഈ പറയുന്ന കൂടോത്രം എന്ന് പറയുന്നത്. ഈ കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കോ വീടിനോ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് ആദ്യം തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം നിങ്ങൾക്ക് ഏൽക്കില്ല. എവിടെ നിന്നാണോ ഇത് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചെയ്ത്തു ദോഷം നിങ്ങൾക്കും വീടിനും വന്നിട്ടുണ്ട്. അത് മാറ്റാനായിട്ട് വേണ്ടത് ഉടൻ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വരുന്ന ഒരു ജീവിയാണ് കാക്ക എന്ന് പറയുന്നത്. ഒരു പക്ഷിയാണ് കാക്ക, അല്ലെ? കാക്ക ശനിഗ്രഹമായിട്ടും നമ്മുടെ പിതൃക്കന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. കാക്ക എന്ന് പറയുന്ന പക്ഷി നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു പക്ഷി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ദോഷം വന്നിട്ടുണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ചെയ്ത്തു ദോഷമോ അല്ലെങ്കിൽ ഒരു പ്രാക്കോ എരിച്ചലോ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് എങ്കിൽ കാക്ക വളരെ കൃത്യമായിട്ട് അത് ലക്ഷണമായിട്ട് കാണിക്കും. ആ ലക്ഷണം എന്ന് പറയുന്നത് കാക്ക നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. എങ്ങനെയാണ് കാക്ക നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്? നിലവിളക്ക് വച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്കിന്റെ തിരി കാക്ക എടുത്തു കൊണ്ടുപോകും. നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത്, നിങ്ങൾ തെളിയിക്കാൻ നോക്കുന്ന സമയത്ത് ഒന്നിലധികമോ ദിവസം കാക്ക വന്ന് വിളക്കിന്റെ തിരി എടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ അത്തരത്തിൽ ഒരു നെഗറ്റീവ് ഊർജം കടന്നുകൂടിയിരിക്കുന്നു, ഒരു ദോഷം വന്നിരിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരിഹാരം പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കാക്ക ചത്തു കിടക്കുന്നതായിട്ട് കാണുക എന്നുള്ളതാണ്. അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. സാധാരണയായിട്ട് കാക്ക ചത്തു കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ കാക്ക ചത്തു കിടക്കുന്നത് നമുക്ക് കാണാൻ പോലും സാധിക്കുകയുള്ളൂ. ഇനി അത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ മുറ്റത്താണ് ചത്തു കിടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, വലിയ ദോഷം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നത് എന്നത്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് കാക്ക കരയുന്നത് നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട്, അല്ലെ? ചില ഘട്ടങ്ങളിൽ കാക്ക കരയുന്നത് ശുഭകരമായിട്ടുള്ള സൂചനയും നൽകാറുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ കാക്ക നിത്യവും കരയുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് കാക്ക രാത്രിയിൽ കരയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതും ദോഷകരമായിട്ടുള്ള സൂചന തന്നെയാണ്. നിങ്ങൾക്ക് ഏതോ തരത്തിലുള്ള ദോഷം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തുളസിത്തൈ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഏതൊരു വീട്ടിലായാലും ഒരു തുളസിത്തൈ ഉണ്ടായിരിക്കണം. ഈ തുളസിത്തൈക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം വരുന്ന സമയത്തും ശുഭസൂചനയും അതുപോലെ തന്നെ മോശം സമയം വരുന്ന സമയത്ത് അശുഭ സൂചനയും നൽകുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ തുളസി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്, നല്ല രീതിയിൽ അത് പുഷ്ടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ശുഭസൂചനയായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. എന്നാൽ വളരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ വീട്ടില് തുളസി കരിഞ്ഞു പോവുക അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഏതോ തരത്തിലുള്ള ദോഷമേറ്റിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. കൂടോത്രമേറ്റ വീടുകളിൽ ഒരിക്കലും തുളസി നന്നായിട്ട് വളരില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മള് ചില ഘട്ടങ്ങളിൽ തുളസി തൈ ഒരുപാട് എത്രയൊക്കെ കൊണ്ട് നട്ടു വളർത്തി കഴിഞ്ഞാലും അതൊന്നും മണ്ണിൽ പിടിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. തുളസി വളരണമെങ്കിൽ ആ ഒരു വീട്ടിലെ മണ്ണില് ദൈവിക ചൈതന്യം ഉണ്ടായിരിക്കണം. ഈശ്വര കടാക്ഷമുള്ള മണ്ണിൽ മാത്രമേ തുളസി വളരുകയുള്ളൂ. അപ്പൊ ഈശ്വര കടാക്ഷം ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഊർജം നമ്മളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു ലക്ഷണം, മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നിലവിളക്ക് തട്ടി കമഴ്ന്നു വീഴുക എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ നിങ്ങളുടെ കൈതട്ടി വീഴാം, അല്ലെങ്കിൽ കുട്ടികളുടെ കൈതട്ടി വീഴുന്നതാകാം. ചിലപ്പോൾ ചില പക്ഷി മൃഗാദികള് നിലവിളക്ക് തട്ടിയിടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. ഇത് ഏത് തന്നെ ആയാലും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലെ നിലവിളക്ക് മറിയുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ദോഷം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് ചിലപ്പോൾ കണ്ണേറ് പോലുള്ള ദോഷങ്ങളാവാം, പ്രാക്ക്, എരിച്ചല്, ചൊല്ലിപ്പറയല്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷുദ്ര പ്രവർത്തികള് നമുക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്കൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ പല്ലി ചത്ത് കിടക്കുന്നത് കാണുക എന്നുള്ളതാണ്. പല്ലി ചത്ത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നിടത്തോ വിളക്കിന്റെ താലത്തിലോ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്ത്തു ദോഷമോ നമ്മുടെ വീടിനോ വീട്ടിലുള്ളവർക്കോ ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലുള്ള ഒരു അംഗത്തിനായിരിക്കും ഈ പറഞ്ഞ കൂടോത്രമോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെയ്ത്തു ദോഷമോ ഏറ്റിട്ടുള്ളത്. എന്നാൽ പതിയെ പതിയെ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിയെ ആ വീടിനെ മുഴുവനായിട്ടും ഇത് ബാധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ അത് ഏറ്റിട്ടുള്ളത് അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ചില ഘട്ടങ്ങളിൽ ഈ കൂടോത്രം ഏറ്റിട്ടുള്ള വ്യക്തിക്ക് തളർച്ച, ക്ഷീണം, ഒരു അലസത, സ്വഭാവത്തിൽ മാറ്റം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് കൂടോത്രം ഏറ്റത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി വ്യക്തിക്കല്ല ആർക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീടിന് തന്നെ കൂടോത്രം ഏൽക്കാം. അതായത് നമ്മുടെ കുടുംബത്തോട് അസൂയുള്ള ആൾക്കാർ വീട്ടിലായിരിക്കും കൂടോത്രം ചെയ്യുന്നത്. ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ശത്രുതയ്ക്കാണെങ്കിലാണ് വ്യക്തിക്കായിട്ട് കൂടോത്രം ചെയ്യുന്നത്. ഇതെങ്ങനെയായാലും ബാധിക്കുന്നത് ആ മൊത്തം കുടുംബത്തെ തന്നെയാണ്, അല്ലെ? ഒരു വ്യക്തിക്കാണെങ്കിലും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. അപ്പൊ പരിഹാരം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. എന്ത് പരിഹാരമാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പൊ പരിഹാരം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം പറ്റിയാൽ അന്ന് തന്നെ, ഇത് കാണുന്ന ദിവസം തന്നെ നിങ്ങൾ എവിടെന്നെങ്കിലും എരിക്കിന്റെ ഒരു ഇല പൊട്ടിച്ചു കൊണ്ടുവരിക. എരിക്കിന്റെ ഇല, എരിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. ഇത് കഴിക്കുകയൊന്നും ചെയ്യരുത്. ഇതിന്റെ ഇലയൊന്ന്, അതിന്റെ കറയൊന്നും പറ്റാതെ ഇലയൊന്ന് പൊട്ടിച്ചു കൊണ്ടുവരിക. ആ ഇലയെടുത്ത ശേഷം ആ ഇലയ്ക്കുള്ളിൽ 3 വെളുത്തുള്ളി, 3 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 3 അല്ലി വെളുത്തുള്ളിയാണ്. 3 അല്ലി വെളുത്തുള്ളി ഈ എരിക്കിന്റെ ഇലയ്ക്കുള്ളിൽ വയ്ക്കുക. വച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്ന വ്യക്തിക്കാണ് ഈ ഒരു കൂടോത്രം ഏറ്റത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കായിരിക്കണമെന്നില്ല. അപ്പോൾ ആ ദോഷം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാനായിട്ടാണ് നമ്മൾ എല്ലാവരെയും ഒഴിയാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അവരെ എല്ലാവരെയും ഒഴിയണം. മന്ത്രം എന്ന് പറയുന്നത് ഓം ദുർദശായ നമഃ. എന്താണ് മന്ത്രം? ഓം ദുർദശായ നമഃ. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഓം മൃത്യുഞ്ജയായ നമഃ എന്നുകൂടി ചൊല്ലുക. അതായത് ഓം ദുർദശായ നമഃ, ഓം മൃത്യുഞ്ജയായ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ആ എരിക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ ആ വെളുത്തുള്ളി 3 ഉപയോഗിച്ചുകൊണ്ട്
വീട്ടിലുള്ള എല്ലാവരെയും 3 തവണ ഉഴിയേണ്ടതായിട്ടുണ്ട്. അതായത് കിഴക്കോട്ട് നോക്കി നിന്നുകൊണ്ട് ഉഴിയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഉഴിയേണ്ടതായിട്ടുണ്ട്. 3 തവണ ഉഴിയുക. ഈ ഉഴിഞ്ഞതിന് ശേഷം ആ ഉഴിഞ്ഞ കാര്യങ്ങൾ രണ്ടും കൂടെ കൊണ്ടുപോയിട്ട് അല്പം തീ കൂട്ടി തീയിലിട്ട് കത്തിക്കുക. ഇത് എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു വിടരുത്. 1000 അനുഭവങ്ങൾ ഉള്ളതാണ്. എപ്പോഴൊക്കെ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കഷ്ടകാലമായിരുന്നിരിക്കണം. നിങ്ങൾ അനുഭവിക്കുന്നത് അത്രയും വലിയ ദുരിതങ്ങളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെല്ലാം മറികടക്കാനായിട്ട് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണിത്. അപ്പോൾ ഈ ഒരു പരിഹാരം ചെയ്യുക എന്നതാണ്. ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കിക്കോളൂ. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ ഏറ്റിട്ടുള്ള കൂടോത്രം നിങ്ങൾക്ക് പിന്നെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും വരുത്തില്ല, ദ്രോഹങ്ങളും വരുത്തില്ല. ആ കൂടോത്രം അങ്ങനെ ഇല്ലാതായിക്കൊള്ളും. അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരല്പമെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.